നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 മെയ് മാസം 24-ാം തീയതി ഞായറാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് വരുന്ന 5 ദിവസത്തേക്ക് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ തന്നെ ഒറ്റപ്പെട്ടിടങ്ങളിൽ ശക്തമായ മഴയ്ക്കാണ് സാധ്യത. മെയ് 24-ാം തീയതി പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലും, മെയ് 25-ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മെയ് 26-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലും, മെയ് 27-ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലുമാണ് യെല്ലോ അലേർട്ട് നിലവിലിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും അതോടൊപ്പം തന്നെ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിലും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായിട്ടുള്ള കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ തന്നെ മെയ് 27 വരെ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. കുടുംബ ബന്ധങ്ങളെ പോലും തകർക്കുന്ന മയക്കുമരുന്ന് ഉപയോഗത്തിൽ നിന്ന് യുവാക്കളെയും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെയും ഒക്കെ തന്നെ രക്ഷിക്കാനായിട്ട് ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് എന്ന പദ്ധതി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ചു. സ്കൂൾ, കോളേജ് പരിസരങ്ങളിലെ ലഹരി വിൽപ്പനയും ഹോട്ടലുകൾ, കായലുകൾ, കടൽ എന്നിവിടങ്ങളിലൊക്കെ തന്നെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ലഹരി പാർട്ടികളും ഒക്കെ തന്നെ തടയുന്നതിനൊപ്പം തന്നെ ക്യാമ്പസുകളിലും അതോടൊപ്പം തന്നെ ഹോസ്റ്റലുകളിലും റെയ്ഡ് നടത്തുന്നതിന് മുൻകൂർ അനുമതിയുടെ ആവശ്യമുണ്ടാകില്ല. എല്ലാ സ്കൂളുകളുടെയും പരിസരത്ത് പോലീസ് സാന്നിധ്യം ഉറപ്പാക്കുകയും വിദ്യാർത്ഥികൾക്ക് ലഹരി എത്തിച്ചതിന് ചുരുങ്ങിയത് 2 കേസുകളിലെങ്കിലും ഉൾപ്പെട്ടവരെ കരുതൽ തടങ്കലിലാക്കുകയും ചെയ്യും. ഇതിനായിട്ട് ജില്ലകളിൽ പ്രത്യേക ലഹരി വിരുദ്ധ സ്ക്വാഡുകളൊക്കെ തന്നെ രൂപീകരിക്കുന്നതിനൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ലഹരി ഇടപാടുകൾ തടയാനായിട്ട് സൈബർ പട്രോളിങ്ങും പോലീസ് ശക്തമാക്കും. കൂടാതെ ലഹരി മരുന്ന് വ്യാപാരത്തിലൂടെ സമ്പാദിച്ച സ്വത്തുക്കളൊക്കെ തന്നെ കണ്ടുകെട്ടാനും തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പദ്ധതി സ്കൂളുകളും കോളേജുകളും തുറക്കുന്ന ജൂൺ 1 മുതൽ പോലീസിൻ്റെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ എക്സൈസ്, വിദ്യാഭ്യാസ വകുപ്പുകളുടെ സഹകരണത്തോടെയും ആരംഭിക്കുന്നതാണ്. അന്യ സംസ്ഥാനങ്ങളിലെ മൊത്ത കച്ചവടക്കാരെയും ഇടനിലക്കാരെയും ഒക്കെ തന്നെ പിടികൂടുന്നതിനായിട്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGPമാരുടെ യോഗം വിളിക്കാനും പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊടുങ്കാറ്റ് എന്ന് അർത്ഥം വരുന്ന തൂഫാൻ എന്ന ഹിന്ദി വാക്ക് അന്വർത്ഥമാക്കുന്ന രീതിയിലായിരിക്കും ഈ ഓപ്പറേഷൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ സംസ്ഥാനത്ത് ഇനി മുന്നോട്ട് പോവുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ബാങ്കിംഗ് മേഖലയിൽ കരിയറൊക്കെ തന്നെ കെട്ടിപ്പടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇതാ ഒരു മികച്ച അവസരം വരികയാണ്. രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് 7150 അപ്രന്റീസ് ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബിരുദമുള്ളവർക്ക് ഔദ്യോഗിക വെബ്സൈറ്റായിട്ടുള്ള www.sbi.co.in/careers അല്ലെങ്കിൽ sbi.bank.in സന്ദർശിച്ച് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷകർ 2026 ഏപ്രിൽ 30-നകം 20-നും 28-നും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം. എന്നാൽ നിയമാനുസൃതമായിട്ടുള്ള പ്രായ ഇളവ് അത് സംവരണ വിഭാഗങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അവസാന വർഷ പരീക്ഷാഫലം കാത്തിരിക്കുന്നവർക്ക് അപേക്ഷിക്കാനായിട്ട് അർഹതയുണ്ടായിരിക്കില്ല. 1 വർഷത്തെ ഈ പരിശീലന കാലയളവിൽ പ്രതിമാസം 15,000 രൂപ സ്റ്റൈഫൻഡായിട്ട് ലഭിക്കും. ഇതൊരു സ്ഥിര ജോലി അല്ലെങ്കിലും ബാങ്കിംഗ് മേഖലയിലെ പ്രായോഗിക പരിചയവും സർട്ടിഫിക്കറ്റും ഭാവിയിൽ വലിയ ഗുണം ചെയ്യും. ഒബ്ജക്റ്റീവ് രീതിയിലുള്ള ഓൺലൈൻ പരീക്ഷ, പ്രാദേശിക ഭാഷാ പ്രാവീണ്യ പരിശോധന എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജനറൽ ഇംഗ്ലീഷ്, അതോടൊപ്പം തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിംഗ് എബിലിറ്റി, ജനറൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അവയർനെസ് എന്നീ 4 വിഭാഗങ്ങളിൽ നിന്നായിട്ട് 100 മാർക്കിൻ്റെ ഓൺലൈൻ പരീക്ഷയ്ക്ക് തെറ്റായ ഉത്തരങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് 1/4 ഉണ്ടായിരിക്കും. 10ാം ക്ലാസ്സിലോ 12ാം ക്ലാസ്സിലോ മലയാളം ഒരു വിഷയമായി പഠിച്ച് പാസ്സായവർക്ക് കേരളത്തിലെ പ്രാദേശിക ഭാഷാ പരീക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കും. ജനറൽ, OBC, EWS വിഭാഗങ്ങൾക്ക് 300 രൂപയാണ് അപേക്ഷാ ഫീസ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളുടെയൊക്കെ തന്നെ വിതരണം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുമെന്നാണ് നിലവിലിപ്പോൾ ലഭിക്കുന്ന അറിയിപ്പ്. എന്നാൽ ഗുണഭോക്താക്കളൊക്കെ തന്നെ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. പെൻഷൻ വിതരണത്തിനുള്ള ഔദ്യോഗിക നടപടികൾക്കാണ് തിങ്കളാഴ്ച മെയ് 25-ാം തീയതി തുടക്കം കുറിക്കുന്നത്. ഗുണഭോക്താക്കളുടെ കൃത്യമായിട്ടുള്ള എണ്ണം സേവന പോർട്ടലിൽ നിന്നും പഞ്ചായത്ത് ഡയറക്ടറേറ്റിൽ നിന്നും ഒക്കെ തന്നെ ലഭ്യമാകേണ്ടതുണ്ട്.
ഈ ലിസ്റ്റ് പ്രകാരമായിരിക്കും ധനവകുപ്പ് തുക അനുവദിക്കുക. കൂടാതെ ചൊവ്വാഴ്ചയാണ് സംസ്ഥാന സർക്കാരിൻ്റെ കടമെടുപ്പ് ഉൾപ്പെടെയുള്ള ധനകാര്യ നടപടികളൊക്കെ തന്നെ നടക്കുന്നത്. അതിനുശേഷമായിരിക്കും ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ DBT സംവിധാനത്തിലൂടെ ബാങ്കുകളിലേക്ക് തുക കൈമാറുന്നു. ഈ തുക അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇത്തരം ഉദ്യോഗസ്ഥ തലത്തിലുള്ള നടപടികൾക്ക് സമയം ആവശ്യമുള്ളതിനാൽ തന്നെ തിങ്കളാഴ്ച തന്നെ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് തുക എത്തണമെന്നില്ല. ചൊവ്വ, ബുധൻ അല്ലെങ്കിൽ വ്യാഴം ദിവസങ്ങളിലായിരിക്കും പൂർണ്ണതോതിൽ ഇതിൻ്റെ വിതരണം ആരംഭിക്കാനുള്ള സാധ്യത. സാധാരണഗതിയിൽ പെൻഷൻ വിതരണം പൂർത്തിയാക്കാൻ സർക്കാർ 1-2 ആഴ്ചത്തെ സമയമൊക്കെ തന്നെ അനുവദിക്കാറുണ്ട്. ഇത്തവണയും പരമാവധി ആ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ എല്ലാവരിലേക്കും ആനുകൂല്യം എത്തിച്ചിരുന്നതായിരിക്കും. മുൻപും വിതരണം പ്രഖ്യാപിച്ച തീയതിയിൽ നിന്ന് 1-2 ദിവസമൊക്കെ വ്യത്യാസം ഉണ്ടാകാറുള്ളതാണ്. അതിനാൽ തന്നെ തിങ്കളാഴ്ച തന്നെ തുക ലഭിച്ചില്ലെങ്കിലും ഗുണഭോക്താക്കൾ ആശങ്കപ്പെടേണ്ടതില്ല. വരും ദിവസങ്ങളിൽ തന്നെ തുക നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്കും അതോടൊപ്പം തന്നെ കൈകളിലേക്കും തുക എത്തിച്ചേരുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ബക്രീദ് ആഘോഷങ്ങളോട് അനുബന്ധിച്ചുകൊണ്ട് പൊതുവിപണിയിലെ വിലക്കയറ്റം തടയുന്നതിനും അതോടൊപ്പം തന്നെ സാധാരണക്കാരായിട്ടുള്ള ഉപഭോക്താക്കൾക്ക് ആശ്വാസം പകരുന്നതിനുമായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള സപ്ലൈകോ പ്രത്യേക ഉത്സവകാല ബക്രീദ് കിറ്റ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിപണിയിൽ ഏകദേശം 1101 രൂപയോളം യഥാർത്ഥ വില വരുന്ന അത്യാവശ്യ സാധനങ്ങൾ അടങ്ങിയ ഈ ഒരു സ്പെഷ്യൽ കിറ്റ് അത് വെറും 850 രൂപ എന്ന സബ്സിഡി നിരക്കിലാണ് സപ്ലൈകോ ഇപ്പോൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആകെ 10 പ്രമുഖ നിത്യോപയോഗ ഇനങ്ങളാണ് ഉത്സവകാല വിഭവങ്ങൾ തയ്യാറാക്കാനായിട്ട് പാകത്തിൽ ഈ സ്പെഷ്യൽ കിറ്റിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മെയ് 18 മുതൽ സംസ്ഥാനത്തുടനീളമുള്ള സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി ഈ കിറ്റുകളുടെ വിതരണം ഔദ്യോഗികമായി തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. റേഷൻ കാർഡുകൾ അത് മുൻഗണനാക്രമങ്ങൾ നോക്കാതെ തന്നെ, അതായത് APL, BPL എന്ന വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുപോലെ തന്നെ ഈ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ വരുന്ന മെയ് 26 വരെ മാത്രമായിരിക്കും സപ്ലൈകോ വഴി ഈ കിറ്റുകളുടെയൊക്കെ തന്നെ വിതരണം ഉണ്ടാവുക. ഉത്സവകാലത്ത് അടുക്കളകളിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള വിഭവങ്ങളാണ് ഈ കിറ്റിൽ പ്രധാനമായിട്ടും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ബിരിയാണി വയ്ക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള 3 കിലോഗ്രാം മികച്ച ഇനം ബിരിയാണി അരി, അതോടൊപ്പം തന്നെ 1 കിലോഗ്രാം പഞ്ചസാര, സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള 1 ലിറ്റർ ശബരി വെളിച്ചെണ്ണ, പത്തിരിയും അപ്പവും ഒക്കെ ഉണ്ടാക്കാൻ സഹായിക്കുന്ന 1 കിലോഗ്രാം ശബരി അപ്പം പൊടി, ചായപ്രേമികൾക്കായിട്ട് 250 ഗ്രാം ശബരി കോൾഡ് ടീ എന്നിവയൊക്കെ തന്നെ ഇതിലുണ്ട്. അതോടൊപ്പം തന്നെ പെരുന്നാൾ വിഭവങ്ങൾക്ക് രുചിയും മണവും പകരാനായിട്ട് ആവശ്യമായ 100 ഗ്രാം ശബരി മീറ്റ് മസാല, 50 ഗ്രാം ശബരി ഗരം മസാല, 100 ഗ്രാം ശബരി ചിക്കൻ മസാല, 100 ഗ്രാം ശബരി കുരുമുളക് പൊടി, കൂടാതെ പ്രത്യേകമായിട്ട് തയ്യാറാക്കിയ 50 ഗ്രാം മസാലക്കൂട്ട് എന്നിവയുമൊക്കെ തന്നെ ഈ ഒരു ബക്രീദ് കിറ്റിൽ സപ്ലൈകോ ലഭ്യമാക്കിയിട്ടുണ്ട്. കുറഞ്ഞ ചെലവിൽ പെരുന്നാൾ ആഘോഷമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് മെയ് 26-നകം തന്നെ അടുത്തുള്ള സപ്ലൈകോ സ്റ്റോറുകൾ വഴി നിങ്ങൾക്ക് ഈ സുവർണാവസരം പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇടിവ് തുടരുകയാണ്. വെള്ളിയാഴ്ച ഉണ്ടായ വിലക്കുറവിന് പിന്നാലെ ശനിയാഴ്ച മെയ് 23-ാം തീയതിയും സ്വർണ്ണ നിരക്കുകൾ കുറഞ്ഞു. 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 40 രൂപ കുറഞ്ഞ് 14,580 രൂപയും പവന് 320 രൂപ കുറഞ്ഞ് 1,16,640 രൂപയുമാണ് ശനിയാഴ്ചത്തെ വിപണി നിരക്ക്. വെള്ളിയാഴ്ച 22-ാം തീയതി പവന് 1,16,960 രൂപയിലായിരുന്നു വ്യാപാരം പുരോഗമിച്ചത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തുറക്കുന്ന കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.